ഹായ് ബ്യൂട്ടിഫുൾ ഹാർട്ട്സ്. നമ്മളിപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരു ന്യൂസിൽ കേട്ടിട്ടുണ്ടാവില്ലേ, ആസിഫ് അലി ഒരു റോഡ് സേഫ്റ്റിയുടെ ഒരു ചടങ്ങിൽ MVDയുടെ ഒരു ചടങ്ങിൽ പങ്കെടുത്തപ്പം മീഡിയക്കാർ 1-2 ക്വസ്റ്റ്യൻസ് ആസിഫ് അലിയിലോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നല്ല ഉരുളയ്ക്കുപ്പേര് പോലെ ആസിഫ് അലി MVDയുടെ പോലീസുകാരുടെയൊക്കെ മുന്നിൽ വെച്ചിട്ട് അതിന് ഉത്തരം പറയുകയും ചെയ്തു. അത് നമ്മുടെ കാർ മോഡിഫിക്കേഷനെ കുറിച്ചാണ്. നമുക്കതിലേക്ക് വരാം. അതിൻ്റെ മുന്നേ 2013 ആസിഫ് അലിക്കൊരു അനുഭവം ഉണ്ടായിരുന്നു. അതായത് ഒരു മന്ത്രിയുടെ കാറിനെ ഫോളോ ചെയ്തു എന്ന പേരിൽ ആസിഫ് അലിയെ ഹൈവേ പോലീസ് പിന്നാലെ കൂടി പിടിക്കുകയും പിന്നെ ചീത്ത പറഞ്ഞ് അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. അപ്പം അന്ന് ഇത് കുറേ വിവാദങ്ങളുണ്ടായി. അതിൻ്റെ സത്യം എന്താണെന്ന് നമുക്ക് പലർക്കും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഈ ഒരു വേദി വെച്ചിട്ട് ഇതേ ക്വസ്റ്റ്യൻ ഒരു പത്രപ്രവർത്തകർ ചോദിച്ചപ്പം അതിന് ആസിഫ് അലി പറഞ്ഞൊരു മറുപടി ഉണ്ട്. അതായത് പിന്നെ ഇൻസിഡന്റ് ഇങ്ങനെയാണ്. 2013 പിന്നെ കോഴിക്കോട് നിന്ന് എറണാകുളം പോകുന്ന വഴിക്ക് ആസിഫ് അലി ഹെഡ്ലൈറ്റ് ഇട്ട് ഫോളോ ചെയ്തു എന്നാണ് പോലീസ് പറഞ്ഞ് ആസിഫ് അലിയെ പൊക്കി. സംഭവം ഇങ്ങനെയാണ്. പുള്ളിക്കാരെ യൂസ് ചെയ്തത് അന്നൊരു X1 എന്ന് പറഞ്ഞ BMW കാറാണ്. അതിൻ്റെ DRL കത്തി നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ DRL ഓണായിട്ടാണ് പിന്നെ അപ്പം ഈ MVDക്കാർ വിചാരിച്ചത് ഹെഡ്ലൈറ്റ് ഓണാക്കി മന്ത്രിനെ ഫോളോ ചെയ്തതാണെന്നുള്ളൊരു രീതിയിലാണ്. അതൊരു DRL ലൈറ്റ് ആണ്. അത് നമുക്ക് ഓഫാക്കാൻ പറ്റൂല. വണ്ടി DRL ഇപ്പം നമുക്ക് നന്നായിട്ട് അറിയുന്നതാണ് DRLനെ കുറിച്ച്. പണ്ടത്തെ 2013 അങ്ങനെ DRL അങ്ങനെ പല വണ്ടികൾക്കും ഇല്ല. ലക്ഷറി വണ്ടികൾക്ക് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. വളരെ പരിമിതമായ വണ്ടികൾക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മുടെ MVDയുടെ അവസ്ഥയൊന്നും നമ്മൾ ആലോചിച്ച് നോക്കി. അവർക്കത് DRL ആണെന്നുള്ളൊരു ബോധ്യം പോലും ഇല്ലാതെ അവർ വയർലെസ്സിൽ കൂടെ ഇൻഫോർമേഷൻ കൊടുത്ത് ഹൈവേ പോലീസ് ആസിഫ് അലിയെ പിടിച്ച ഉടനെ തന്നെ കുറേ ചീത്തയും പറഞ്ഞ് അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി. അപ്പോൾ അതൊരു ആസിഫ് അലി അന്നത്തെ വേദിയിൽ പറഞ്ഞു. അന്നത്തെ വേദിയിൽ ഇന്ന് വേദിയിൽ പറഞ്ഞു പിന്നെ ഇങ്ങനെയാണ് ഇത് സംഭവം ഉണ്ടായ, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പേരിലാണ് അത് ഇൻസിഡൻ്റ് ഉണ്ടായെന്നുള്ളത് ക്ലിയർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റ്യൻ വന്നു, എന്തെങ്കിലും പിന്നെ മോശമായ അനുഭവം നിങ്ങൾക്ക് MVDയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ള ഒരു കാര്യത്തിലാണ് പുള്ളിക്കാരൻ ഈ ഉത്തരം കൊടുത്തത്. പിന്നെ ഒരു ഇതിൽ പുള്ളിക്കാരൻ പറഞ്ഞു, അതായത് നിങ്ങളെല്ലാവരും നിങ്ങൾ കേട്ടിട്ടുണ്ടോ, നിങ്ങളെല്ലാവരും ഈ നമ്മുടെ കൂളിംഗ് ഉള്ളതും പിന്നെ അലോയ് വീലും എക്സ്റ്റേണലായിട്ടുള്ള ആക്സസറീസ് കൊടുക്കുന്ന ഇത് നിങ്ങൾ ബാൻ ചെയ്യണം, നിങ്ങളിത് നിർത്തണം. ഇത് നിർത്താത്തിടത്തോളം കാലം ഇത് മേടിക്കും, ഉപയോഗിക്കും. നിങ്ങളിത് നിർത്തുകയാണെങ്കിൽ ഞങ്ങളൊന്നും മേടിക്കില്ല എന്നുള്ള രീതിയിൽ ഒരു നൈസായിട്ട് ആസിഫ് അലി അതിൻ്റെ മുന്നിൽ വെച്ചിട്ട് പറഞ്ഞായിരുന്നു. ഇത് ആൾക്കാർ വിൽക്കാൻ വെച്ചോണ്ടാണല്ലോ ഇത് ആൾക്കാർ, നമ്മളെപ്പോലുള്ള ആൾക്കാർ ഇത് മേടിച്ച് ഉപയോഗിക്കുന്നത്. ഈ മോഡിഫിക്കേഷൻ എന്നുള്ളൊരു ഇതിൽ നമ്മൾ പല ഇൻസിഡൻറ്റ് കണ്ടിട്ടുണ്ട്. പിന്നെ ഈ മോഡിഫിക്കേഷൻ ചെയ്യുന്ന നമ്മുടെ രാജ്യത്ത് എന്തോ വലിയൊരു കുറ്റം, നമ്മളെല്ലാം എന്തോ വലിയ ക്രിമിനൽ ഇത് ചെയ്ത പോലെയുള്ള ഒരു ഇതാണ് നമ്മൾ കാർ എന്തെങ്കിലും മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ MVDക്ക് പോലീസിനുള്ളത്. സത്യം പറഞ്ഞാൽ നമുക്കറിയാം, കേരള ഫ്ലഡ് പോലെയുള്ള പല ഇൻസിഡൻറ്റ് പലപ്പോഴും പല ഇതേപോലുള്ള ഇൻസിഡൻറ്റ്സ് ഉണ്ടായപ്പോഴും മോഡിഫൈ ചെയ്ത വണ്ടികളാണ് സിറ്റുവേഷനിൽ പോയി ആ സ്പോട്ടിൽ പോയി രക്ഷപ്പെടുത്തുന്നതും. ഇപ്പം നമുക്ക് തന്നെ ഇപ്പോൾ പലപ്പോഴും നിലമ്പൂർ ഫ്ലഡ് ഉണ്ടായ സമയത്തും പല ഭാഗത്ത് ഫ്ലഡ് ഉണ്ടായ സമയത്തും ഈ മോഡിഫൈ ചെയ്ത വണ്ടികളായിരുന്നു രക്ഷാപ്രവർത്തനത്തിനൊക്കെ വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ശരിക്കും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഒരു അനീതിക്കേടായിട്ട് ഇത് തോന്നിയിട്ടുണ്ട്. കാരണം നമുക്ക് വേണം ഗവൺമെന്റിൽ ഇങ്ങനെ ഒരു റൂൾ ഇറക്കാം, അതായത് ഇന്ന രീതിയിൽ വണ്ടികളെ മോഡിഫൈ ചെയ്യാവുള്ളൂ. ആ മോഡിഫൈ ചെയ്ത ശേഷം വണ്ടി കൊണ്ട് കാണിച്ച് അവർ ഓക്കെ ആണെങ്കിൽ അതിലുള്ള പേപ്പേഴ്സ് കൊടുക്കുക. ഈ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ചിന്തിച്ച് വെച്ചേക്കുന്ന കുറേ കുത്തുന്ന ലൈറ്റ്,
ഫിറ്റ് ചെയ്യുന്നതും കുറേ സൗണ്ട് ഉണ്ടാക്കുന്നതും വണ്ടി കുറേ സൗണ്ട് ഉണ്ടാക്കുന്നതാണ് യഥാർത്ഥ മോഡിഫിക്കേഷൻ എന്നുള്ളതാണ്. നമ്മൾക്ക് പറ്റുന്ന രീതിയിൽ നല്ല രീതിയിലുള്ള ആരെയും ഉപദ്രവിക്കാത്ത രീതിയിലുള്ള ഒരു മോഡിഫിക്കേഷൻ നടത്തിയോണ്ട് എന്ത് തെറ്റാണുള്ളത്? ഇപ്പോൾ കൂളിങ്ങിൻ്റെ കാര്യത്തിൽ പണ്ട് ഈ സൺഫിലിം പൊട്ടിക്കാൻ പാടില്ല എന്നുള്ളൊരു റൂൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ സ്വാഭാവികമായിട്ടും അത് ആ ഒരു റൂളിൽ ഒരു അയവ് വന്നിട്ടുണ്ട്. അത് ഒരു ഹാപ്പി ന്യൂസാണ് നമുക്ക്. പക്ഷേ ഇത് പലപ്പോഴും അന്നൊക്കെ പിടിക്കുമ്പോൾ വഴിയരികി വെച്ചിട്ട് പിടിച്ചിട്ട് മനുഷ്യരെ ഭയങ്കര അപമാനിക്കുന്ന ഒരു രീതിയിലുള്ള ഇൻസിഡൻ്റ് ആണ് പലർക്കും ഉണ്ടായിട്ടുള്ളത്. അപ്പം നല്ല രീതിയിലുള്ള മോഡിഫിക്കേഷൻസ് ചെയ്യുന്നതുകൊണ്ട് വണ്ടിയുടെ കൂടുതൽ നമുക്ക് വണ്ടിയുടെ സേഫ്റ്റി കൂടുകയല്ല ചെയ്യുന്നത്. ഇപ്പോൾ പഴയ കാലം ഒരു വണ്ടി മോഡിഫൈ ചെയ്ത് നല്ല രീതിയിൽ സേഫ്റ്റി ആക്കിയിട്ട് ഇറക്കുന്നതിൽ എന്ത് തെറ്റാണ് നമുക്കുള്ളത്? അപ്പം നമ്മളിങ്ങനെയുള്ള കാര്യത്തിൽ നല്ലൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവരണം. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നല്ലൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവരണം എന്നുള്ള രീതിയിലുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം ഇതൊന്നും ഒരു മനുഷ്യനെ ഉപദ്രവിക്കാത്ത രീതിയിൽ ഒരു വണ്ടി മോഡിഫൈ ചെയ്ത് അതിൻ്റെ സേഫ്റ്റി കൂട്ടി അവരെ ഇറക്കുമ്പോൾ അത് ഒന്നുകൂടെ നല്ലതല്ലേ ഉണ്ടാകുന്നത്. ഇതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞ് നമ്മളതിനെ എന്തോ വലിയൊരു ക്രിമിനൽ കുറ്റമാണെന്നുള്ള രീതിയിലുള്ള സംഭവങ്ങൾ വന്നാൽ എന്താ ഇതിന് ചെയ്യുക? കാരണം പലപ്പോഴും ഒരു പഴയ വണ്ടി മോഡിഫൈ ചെയ്ത് നല്ല രീതിയിലാക്കുന്ന ആൾക്കാർ അവർക്ക് ഒരു പുതിയ വണ്ടിയെ വാങ്ങാൻ ചിലപ്പോൾ അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ അവരുടെ ഉള്ള വണ്ടി തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്നല്ലേ, അപ്പം ഉള്ള വണ്ടി നല്ല രീതിയിൽ മോഡിഫൈ ചെയ്ത് സ്റ്റൈലാക്കി കൊണ്ട് നടക്കി നല്ല സേഫ്റ്റി ആയിട്ട് കൊണ്ട് നടക്കുന്നതിന് എന്ത് തെറ്റാണുള്ളത്? അതിൽ നമ്മൾ ഇത്രയും വണ്ടി പാഷനായിട്ടുള്ള ആൾക്കാരെല്ലാം ആഗ്രഹിക്കുന്നതാണ് അവനവൻ്റെ വണ്ടി ഒരു യുണീക്കായിട്ട് കൊണ്ട് നടക്കണം എന്നുള്ളത്. അപ്പം ആസിഫ് അലി അന്ന് MVDയുടെ മുന്നിലൊക്കെ വെച്ചിട്ട് ആ പൊതുവേദിയിൽ ഇങ്ങനെ ഒരു ഡയലോഗ് കൊടുത്തത് വളരെ ഒരു എന്താ പറയുക, ഞാൻ ചങ്കൂറ്റ സമ്മതിച്ചു തന്നിരിക്കുന്നു എല്ലാവരുടെയും മുന്നിൽ വെച്ച് അങ്ങനെ ഒരു ഇത് കൊടുത്തത്.